സൗദി അറേബ്യയിലെ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിലെ വിശുദ്ധ പള്ളിയിൽ മുസ്ലിങ്ങൾ നടത്തുന്ന കർമ്മമാണ് ഹജ്ജ് എന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുസ്ലിം സമൂഹത്തോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിൽ ഹജ്ജിന് വലിയ പ്രാധാന്യമുണ്ട്. ആത്മീയവും ശാരീരികവും വൈകാരികവുമായ ഒരു വെല്ലുവിളിയായതിനാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ആത്മീയ സത്വത്തെ പുതുക്കാനും അവരുടെ വിശ്വാസം പുതുക്കാനും ഇഹലോകത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടാനും ഇത് അവസരം നൽകും. പലരും ഹജ്ജിന് പോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തെ അറിയപ്പെട്ട ഏറ്റവും വലിയ സമ്പന്നനും മാലി രാജാവുമായിരുന്ന മൻസ മൂസ നടത്തിയ ഹജ്ജ് യാത്ര ലോകപ്രസിദ്ധമാണ്. വഴിനീളെ സ്വർണം വാരിവിതറി ദാനധർമ്മങ്ങൾ നടത്തി വളരെ വലിയ ആഡംബരങ്ങളോടെയാണ് അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തി. വളരെയധികം അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘമായിരുന്നു മൻസ മൂസയുടെ കൂടെ ഉണ്ടായിരുന്നത്. സമ്പന്നനെ കുറിച്ചുള്ള എല്ലാത്തരം വാർത്തകൾ കേൾക്കാനും അറിയാനും ഒക്കെ നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷയാണ്. ഇപ്പോഴത്തെ ജെഫ് ബെസോസ്, ഇലോൺ മസ്ക്, ലാറി പേജ് തുടങ്ങിയവരുടെ ആസ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു അതിസമ്പന്നനായ ചക്രവർത്തിയുടെ കഥ കേട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. 14-ാം നൂറ്റാണ്ടിലെ ആഫ്രിക്കൻ ചക്രവർത്തിയായിരുന്ന മൻസ മൂസയാണ് ഇതുവരെ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും ധനികനായി കണക്കാക്കപ്പെടുന്നത്. AD 1280 ജനിച്ച മൻസ മൂസ 1312 മാലി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാകുന്നത്. പണപ്പെരുപ്പത്തിനനുസരിച്ച് കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏകദേശം 400 ബില്യൺ അമേരിക്കൻ ഡോളറാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്നത്തെ പല ശതകോടീശ്വരന്മാരുടെയും സമ്പത്തിനേക്കാൾ വളരെ വലുതാണ്. മൻസ മൂസയുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലെ വിശാലമായ പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ്. ബാംബൂക്ക്, വഗാര, ഗലാം, തഗാസ തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്വർണ്ണഖനികൾ അദ്ദേഹത്തെ സമ്പന്നതയുടെ ഉയരങ്ങളിൽ എത്തിക്കുകയായിരുന്നു. കൂടാതെ വടക്കൻ പ്രദേശങ്ങളിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തു എന്നിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഐവറി കോസ്റ്റ്, സെനഗൽ, മാലി, ബുർക്കിന ഫാസോ എന്നിവ ഉൾപ്പെടുന്നു. ടിംബക്ടു ആയിരുന്നു മൂസയുടെ രാജ്യത്തിന്റെ തലസ്ഥാനം. 1324 മൻസ മൂസ മക്കയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയിരുന്നു. ഇത് ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നായിരുന്നു. സഹാറ മരുഭൂമി മുറിച്ചു കടന്ന എക്കാലത്തെയും വലിയ യാത്രാ സംഘമായ അദ്ദേഹത്തിനൊപ്പം 12,000 സഹായികളും 60,000 അടിമകളും അതിനു പുറമെ 100 ഒട്ടകങ്ങളും വലിയ അളവിലുള്ള സ്വർണവും ഉണ്ടായിരുന്നു. ഏകദേശം 18 ടൺ സ്വർണവുമായാണ് അദ്ദേഹം യാത്ര ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കരുതിയ സ്വർണം അദ്ദേഹം എല്ലാവർക്കും വാരിക്കോരി ദാനം ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഹജ്ജ് യാത്രയിൽ ഉടനീളം മൻസ മൂസ സ്വർണം ദാനമായി നൽകിയത് കാരണം മൻസ മൂസയുടെ ഈ സംഘം കടന്നുപോയ ഈജിപ്തിലും സുഡാനിലുമൊക്കെ സ്വർണത്തിന്റെ വില വളരെയധികം താഴ്ന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയപ്പോൾ അവിടെ വിതരണം ചെയ്ത സ്വർണം കാരണം ആ രാജ്യത്തെ സ്വർണത്തിന്റെ വില ഇടിയുകയും സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ മൻസ മൂസ ചരിത്രത്തിൽ ഇടം പിടിച്ചത് വെറുമൊരു ധനികൻ മാത്രമായിട്ടല്ല. അറിവിനോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വളരെ വലുതായിരുന്നു. തന്റെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ പണ്ഡിതന്മാരെയും വാസ്തുശില്പികളെയും അദ്ദേഹം തന്റെ രാജ്യമായ മാലിയിലേക്ക് കൊണ്ടുവന്നു. മാലിയിലെ നഗരങ്ങളെ അദ്ദേഹം ലോകപ്രശസ്തമായ സർവകലാശാലകളുടെയും ലൈബ്രറികളുടെയും ഒരു കേന്ദ്രമാക്കി മാറ്റി. യഥാർത്ഥ സമ്പത്ത് ഖനികളിൽ നിന്നല്ല, മറിച്ച് പുസ്തകങ്ങളുടെ പേജുകളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മൻസ മൂസ ഇല്ലാതായെങ്കിലും അദ്ദേഹം കൊളുത്തിയ അറിവിന്റെ ദീപം ഇന്നും ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. പണക്കൊഴുപ്പിനേക്കാൾ ഏറെ വലുതാണ് നമ്മൾ പങ്കുവച്ച അറിവും നല്ല ആശയങ്ങളും എന്ന് മൻസ മൂസയുടെ ജീവിതം ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു.